നമസ്കാരം. പുസ്തകപ്പുഴു എന്നുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു പുസ്തകമാണ്, ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രത്യേകതയുള്ള പുസ്തകമാണ് നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പല മനുഷ്യരുടെയും ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, നിരാശകൾ, ഒരുപക്ഷെ പരീക്ഷയിൽ തോൽവി സംഭവിച്ചതോ അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് പേർ നമ്മുടെ മുമ്പാകെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാവാം. അവർക്ക് മുമ്പാകെയാണ് ഞാൻ ഈ പുസ്തകം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ജീവചരിത്രമാണ്. ഈ ചരിത്രം ഒരു പ്രത്യേകതയുള്ള ജീവചരിത്രമാണ്. കാരണം ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേരാണ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി എന്ന അദ്ദേഹം. വളരെ ഭംഗിയായി ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു വനിതയുടെ ജീവചരിത്രം വളരെ വ്യക്തമായി മനോഹരമായി വരച്ചു കാട്ടുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ പേരാണ് ശേഷിച്ച കഷ്ണം. അത് പേരിൽ തന്നെ വലിയ പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശേഷിച്ച കഷ്ണം. വലിയ പ്രത്യേകതകളോ അല്ലെങ്കിൽ മനോഹരത്വമോ എങ്ങനെ അതിൽ കാണുവാൻ കഴിയും എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ പുസ്തകം വിവരിക്കുന്നത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ ജീവചരിത്രമാണ്. ആ ഒരു ധീര വനിതയുടെ ജീവചരിത്രമാണ്. മലബാർ പ്രദേശത്ത് ഇന്ന് ജീവനോടെ ഒരു കൊടിയാൻമല എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സഹോദരിയുടെ ജീവചരിത്രമാണ് ഈ പുസ്തകം വിവരിക്കുന്നത്. ക്ലാരമ്മ എന്നാണ് ഈ സഹോദരിയുടെ പേര്. വളരെ ബുദ്ധിമുട്ടിലൂടെ, പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ പേരാണ് ക്ലാരമ്മ. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു എന്നതിൽ ആ ചരിത്രങ്ങളൊക്കെ ഒട്ടനവധി പുസ്തകങ്ങളിലൂടെ നമ്മൾ ഒരുപാട് പേർ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് പേർ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, മലബാർ പ്രദേശത്ത്, കണ്ണൂർ മേഖലയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വനിതയാണ്, ധീര വനിതയാണ് ക്ലാരമ്മ എന്ന സഹോദരി. ഈ സഹോദരിയുടെ ജീവചരിത്രം ആണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്, എന്നാൽ വളരെ വിശാലമായ അർത്ഥങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ് ഈ ശേഷിച്ച കഷ്ണം എന്നുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്ന ജീവചരിത്രം തുടങ്ങുന്നത് ക്ലാരമ്മയുടെ ജീവിതം പറഞ്ഞുകൊണ്ടാണ്. 1953 കണ്ണൂർ പ്രദേശത്ത് തിരുവിതാംകൂറിൽ പട്ടിണി മൂലം അവർക്ക് ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയാതെ ക്ലാരമ്മയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാവ് അവർ ബുദ്ധിമുട്ടേറെ ഇരിക്കുന്ന സമയത്ത് അവർ കണ്ണൂരിൽ അല്ലെങ്കിൽ മലബാറിലെ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി. അവർ താമസ സ്ഥലമാക്കിയത് കുടിയാൻമല എന്ന് പറയുന്ന സ്ഥലത്താണ്. 1953 ഈ സംഭവം നടക്കുന്നത്. അവർ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് തൻ്റെ പഠനം ഒരുവിധം ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ ആയിട്ട് ക്ലാരമ്മയ്ക്ക് സാധിച്ചു. ക്ലാരമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീ ആകണം എന്നതായിരുന്നു. കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി നിൽക്കുകയും വേണം, എന്നാൽ സാമൂഹിക പ്രവർത്തനങ്ങൾ തനിക്ക് ഏർപ്പെടുവാനും സാധിക്കും എന്ന ആഗ്രഹം തൻ്റെ മനസ്സിലുണ്ടായിട്ട് വളരെ ആകാംക്ഷയോടും ആവേശത്തോടെയും താൻ അതിനുവേണ്ടി പല വാതിലുകൾ മുട്ടിയതായിട്ടാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, ആ പുസ്തകത്തിൽ തൻ്റെ ജീവചരിത്രങ്ങളിൽ ഈ ഒരു സംഭവം വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. താൻ വളരെ ആഗ്രഹത്തോടെ ആയിരുന്ന് ഒരു സെമിനാരിയിൽ തനിക്ക് ഈ രീതിയിൽ കന്യാസ്ത്രീ ആകുവാനുള്ള അഡ്മിഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിവർത്തിച്ചിരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് തൻ്റെ അഡ്മിഷൻ അല്ലെങ്കിൽ തനിക്ക് അവിടെ കന്യാസ്ത്രീ ആകുവാൻ സാധിക്കയില്ല എന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മറുപടി തനിക്ക് അവസാന നിമിഷം ലഭിക്കുകയുണ്ടായി. അതിൻ്റെ കാരണങ്ങളൊക്കെയും ആ പുസ്തകത്തിൽ വളരെ ചുരുക്കമായിട്ടാണെങ്കിലും എഴുതിയിട്ടുണ്ട്. ആ ഒരു നിരാശയിൽ വളരെയധികം ദുഃഖത്തോടെ ഈ നമ്മുടെ ഈ ധീര വനിത ക്ലാരമ്മ എന്ന് പറയുന്ന ധീര വനിത വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. താൻ നിരാശയുള്ളവരായി തീർന്നു. പല വാതിലുകളും പിന്നെയും താൻ മുട്ടുവാനായിട്ടിടയായി. എങ്ങനെയെങ്കിലും
കന്യാസ്ത്രീയാകുവാനായിട്ട് തനിക്ക് സാധിക്കുമോ എന്നുള്ള സാധ്യതയൊക്കെ താൻ തേടുകയുണ്ടായി. എന്നാൽ നിരാശ മാത്രമായിരുന്നു തൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം താൻ ഒരു കാര്യം തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ സാമൂഹ്യ സേവനം നൽകണം എന്നുള്ള രീതിയിൽ താൻ തയ്യൽ പഠിക്കുവാനായിട്ടിടയായി. ആ കാലഘട്ടത്തിൽ അനേക സ്ത്രീകൾക്കും ഈ ഒരു കഴിവോ അല്ലെങ്കിൽ ഈ ഒരു സ്കില്ല് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല. ആ രീതിയിൽ ആ തയ്യൽ പഠിച്ചുകൊണ്ട് അനേക സഹോദരിമാരെ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളെ തയ്യൽ പഠിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സേവനം താൻ നടത്തുവാനായിട്ട് ആരംഭിച്ചു. ആ സമയങ്ങളിൽ തനിക്ക് നേരിട്ട അനേക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിലൊന്നും തളരാതെ താൻ യുക്തിപരമായിട്ട് ദൈവത്തോട് അനേക ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചരിത്രമാണ് ഈ ചെറിയ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്ലാരമ്മ ഈ രീതിയിൽ വളരെ ആവേശത്തോടെ തൻ്റെ സാമൂഹ്യ സേവനവും അതിൻ്റെ മധ്യേ തന്നെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കന്യാസ്ത്രീയാകണം എന്നുള്ള മോഹവും ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് താൻ തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് തൻ്റെ മനസ്സിൽ അനേക സംശയങ്ങൾ വന്നുകൂടുവാനായിട്ടിടയായി. ബൈബിളോ വേദപുസ്തകമോ വായിച്ചു കേട്ടുള്ള അറിവ് ഒന്നുമില്ല. പള്ളിയിൽ അച്ഛൻ പറയുന്നതോ വായിക്കുന്നതോ കേട്ടറിവ് മാത്രമാണ് ഈ ക്ലാരമ്മയ്ക്കുള്ളത്. ആ രീതിയിൽ അനേക സംശയങ്ങൾ ക്ലാരമ്മയ്ക്കുണ്ടായി. ക്ലാരമ്മ ഒരു ദിവസം പള്ളിയിൽ അച്ഛനോട് ഒരു ചോദ്യം ചോദിച്ചു. വളരെ പ്രസക്തമായൊരു ചോദ്യമായിരുന്നു അത്. അച്ഛ, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക്, ഒന്നും അറിഞ്ഞൂടാത്ത കുഞ്ഞുങ്ങളാണല്ലോ, ഇവർക്ക് എന്തിനാണ് മാമോദിസ ചെയ്യുന്നത്? വേദപുസ്തകത്തിൽ ഒരിടത്തും ഇങ്ങനെ നടന്ന സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നതായിട്ട് പള്ളി അച്ഛൻ വായിച്ചു കേട്ടിട്ടില്ലല്ലോ എന്ന രീതിയിൽ ഒരു ചോദ്യം ക്ലാരമ്മ പള്ളിയുടെ അച്ഛനോട് ചോദിച്ചു. പള്ളിയുടെ അച്ഛന് ഉത്തരം ആദ്യം പെട്ടെന്ന് പറയുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മറിച്ച് താനൊരു ഉത്തരം ഇങ്ങനെയാണ് നൽകിയത്. ഇതെല്ലാം ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് വേദപുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ആചാരങ്ങളുടെ പട്ടികയിലേക്ക് കയറി വന്ന വെറും ആചരണങ്ങൾ മാത്രമാണ് ഈ മാമോദിസ എന്ന് പറയുന്നത്. എത്ര വലിയ സത്യമാണ് ക്ലാരമ്മ ആ സമയത്ത് മനസ്സിലാക്കി. ക്ലാരമ്മയുടെ സംശയം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല എന്നതാണ് വിഷയം. ക്ലാരമ്മ പിന്നെയും തൻ്റെ മനസ്സിൽ അനേക ചോദ്യങ്ങൾ തൻ്റെ മുന്നിൽ വന്നത് ഇങ്ങനെ ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു മീറ്റിങ്ങിൽ താൻ പങ്കെടുക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ പ്രഭാഷണം ചെയ്ത വലിയ ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വലിയൊരു വ്യക്തിയോട് ക്ലാരമ്മ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഒരു ധനികനായ വ്യക്തിയും ഒരു ദരിദ്രനായ വ്യക്തിയും ഉണ്ടായിരുന്നു. ധനികനായ വ്യക്തി ആ മദ്യം വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായിരുന്നു. ദരിദ്രനാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് മദ്യം വാങ്ങി കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇരുവരും മരിച്ചു. ധനവാന് വേണ്ടി കുർബാന ചൊല്ലുവാൻ അനേക ബന്ധുക്കൾ തനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഈ ദരിദ്രനായ വ്യക്തിക്ക് വേണ്ടി കുർബാന ചൊല്ലുവാൻ അവിടെ ആരുമില്ലായിരുന്നു, ബന്ധുക്കൾ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സ്വർഗത്തിൽ പോകുക എന്നൊരു വലിയ ചോദ്യം ആ പ്രഭാഷണം നടത്തിയ അദ്ദേഹത്തോട് ചോദിക്കുവാനായിട്ട് ഇടയായി. ക്ലാരമ്മ വളരെ ശക്തമായി ഈ ചോദ്യം എല്ലാവരും കേൾക്കെ ചോദിച്ചു എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ആ പ്രഭാഷണം നടത്തിയ വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അങ്ങനെ ഒരു കാര്യം വേദപുസ്തക പ്രകാരം ഉള്ള കാര്യമല്ല. കുർബാനകളെല്ലാം ആചാരവൽക്കരണ മുഖാന്തരം കയറിപ്പറ്റിയ കുറെ കാര്യങ്ങൾ മാത്രമാണെന്ന് അന്ന് ക്ലാരമ്മയ്ക്ക് മനസ്സിലായി. ക്ലാരമ്മ തൻ്റെ സംശയങ്ങൾ പലതും ഓപ്പണായി മറുപടി കിട്ടുന്നതിന് വേണ്ടി അറിവുള്ളവരും തന്നെ പഠിപ്പിക്കുന്നവരോടും ചോദിക്കുവാനായിട്ട് തുടങ്ങി. ഈ രീതിയിൽ താൻ വളരെ ആവേശത്തോടെ വേദപുസ്തകം എന്താണ്, അതിൽ സത്യം എന്താണ് യഥാർത്ഥ സത്യം എന്നറിയുവാനായിട്ട് താൻ ഇങ്ങനെ തേടി നടക്കുന്ന ഒരു സമയം 1976 തൻ്റെ വിവാഹം നടക്കുകയുണ്ടായി. തൻ്റെ ഭർത്താവിൻ്റെ പേര് തോമസ് എന്നായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് തനിക്ക് 3 മക്കളെയും ദൈവം നൽകിയുണ്ടായി. എന്നാൽ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം 2001 ജൂലൈ 5-ാം തീയതി നടക്കുകയുണ്ടായി. 2001 ജൂലൈ 5-ാം തീയതി തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വലിയ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സംഭവം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് താൻ ദൈവത്തെ അറിയണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ദൈവത്തോട് ചേർന്നിരിക്കണം, ബൈബിൾ വായിക്കണം, അതുവരെയും ബൈബിൾ വായിച്ചിട്ടില്ലാത്ത ക്ലാരമ്മയ്ക്ക് ഒരു ദിവസം ഒരു ബൈബിൾ ലഭിക്കുവാനായിട്ട് ഇടയായി. മാത്രമല്ല ആ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും തനിക്ക് തെരുവോരങ്ങളിൽ നിന്ന് സാധിച്ചു. അത് അടിസ്ഥാനത്തിൽ
അത് വളരെ ആവേശം നൽകി. താൻ ഇതുവരെയും വിശ്വസിച്ചു വന്നിരുന്ന വെറും ആചാരങ്ങളല്ല യഥാർത്ഥ വേദപുസ്തകം പറയുന്നത് എന്നുള്ളത് തനിക്ക് മനസ്സിലാവുകയും താൻ വേദപുസ്തകം വളരെ ആവേശത്തോടെ വായിച്ചു തീർക്കുവാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. തൻ്റെ സംശയങ്ങളെല്ലാം തൻ്റെ ബൈബിൾ വായനയിലൂടെ അതിൽ ദൂരീകരിക്കുന്നതായിട്ട് തനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി. ശരിയായ സത്യം അറിഞ്ഞ ക്ലാരമ്മയ്ക്ക് പിന്നെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുവാനായിട്ട് ഒട്ടും സാധിച്ചില്ല. ആ പുസ്തകത്തിൽ പറയുന്നത് പിന്നെ തൻ്റെ സാമൂഹിക സേവനം, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ്, ആരെങ്കിലും ഒരു വീട്ടിൽ രോഗിയായി കിടന്ന അത് ഏത് മതത്തിൽപ്പെട്ടവരോ ആയിക്കോട്ടെ അവരുടെ വീടുകളിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ട്രാക്റ്റുകൾ വിതരണം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് സുവിശേഷം പങ്കുവയ്ക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന ധനപരമായ സഹായങ്ങൾ നൽകുക, ഇതൊക്കെ വലിയ സേവനമായിട്ട് ആവേശമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇതിന് മധ്യേയും നമ്മൾ വിചാരിക്കും നല്ല സാമ്പത്തിക അവസ്ഥയിലാണ് ക്ലാരമ്മയുടെ കുടുംബം കടന്നുപോയിരുന്നത്. ഒരിക്കലുമല്ല. ക്ലാരമ്മയുടെ കുടുംബം വളരെ അധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. തന്നെ കൊണ്ട് സാമ്പത്തികമായി സഹായിക്കുവാൻ സാധിക്കാതെ ആർക്കെങ്കിലും വന്നുവെങ്കിൽ താൻ മറ്റുള്ളവരോട് ചോദിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ നിന്ന് കടം മേടിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരുന്ന വലിയ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട് ആവേശത്തോടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, തൻ്റെ കുടുംബത്തെ തന്നെ സ്വപ്നങ്ങളെ മാറാക്കുവാൻ പ്രാപ്തിയുള്ള ഒരു സംഭവം നമ്മൾ ആദ്യം പറഞ്ഞ 2001 ജൂലൈ 5 നടക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴ, മലബാറിലെ മഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ ശക്തിയായ മഴയാണ്. വളരെ കെട്ടുറപ്പുള്ള ഒരു ഭവനം ആയിരുന്നില്ല ക്ലാരമ്മയുടെ, ചോർച്ചയൊക്കെ ഉള്ള ഭവനമായിരുന്നു. ഈ സമയത്ത്, മഴ സമയത്ത് വലിയ ചോർച്ച തൻ്റെ വീട്ടിനുള്ളിലേക്കുണ്ടായി. തൻ്റെ അമ്മായിയമ്മ കിടപ്പ് രോഗിയായിരുന്നു. സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്ന് കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥയിലാണ്. താൻ ചോർച്ച എങ്ങനെയെങ്കിലും അടയ്ക്കണം എന്ന ചിന്ത ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായി. ക്ലാരമ്മയ്ക്കും ഭർത്താവിനും എന്ത് ചെയ്യണമെന്നവർ ചിന്തിച്ച് അവരുടെ വീടിന് പുറകുവശമുള്ള ഒരു മതിലിന്മേൽ, അത് ഏകദേശം കുറച്ച് വീടിൻ്റെ മേൽക്കൂരയോളം പൊക്കമുള്ള ഒരു മതിലായിരുന്നു. ആ മതിലിൽ ഒരു കവുങ്ങിൻ തടി ഇട്ട് അതിന്മേൽ കയറി വീടിൻ്റെ മേൽക്കൂരയിൽ ടാർപോളൻ വിരിച്ച് അവിടുത്തെ ചോർച്ച അടയ്ക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ രീതിയിൽ കർഷകരായിരുന്നത് കൊണ്ട് തന്നെ ഈ രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിരുന്ന കുടുംബമായിരുന്നു. അപ്പോൾ അതിൽ വലിയ പ്രത്യേകതയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർ ആ രീതിയിൽ തീരുമാനിച്ച് ഒരു കവുങ്ങിൻ തടി കുറുകെ വീടിന്റെ മേൽക്കൂരയും മതിലുമായിട്ട് ഇട്ട് അവര് അതിന്മേൽ കയറി മേൽക്കൂരയിലെത്തി ടാർപോളൻ വിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് അത് സംഭവിച്ചത്. തൻ്റെ ഭർത്താവ് ആദ്യം ഇതിൽ ആ കവുങ്ങിൻ തടിയിലൂടെ ചവിട്ടി നേരെ മേൽക്കൂരയിലേക്ക് എത്തി. പക്ഷേ ക്ലാരമ്മ എന്ന് പറയുന്ന സഹോദരി ഇതിൽ ചവിട്ടി മുന്നോട്ട് നീങ്ങിയതും അത് പെട്ടെന്ന് പൊട്ടി താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. താൻ നടുപിടിച്ച് താഴെ വീഴുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. താൻ ബോധമില്ലാത്ത അവസ്ഥയിലായി. ഇടയ്ക്കിടയ്ക്ക് ബോധം വരുന്ന അവസ്ഥയുണ്ട്. ആൾക്കാരൊക്കെ കൂടി വന്നു. തൻ്റെ വീടിനടുത്തേക്ക് വാഹനങ്ങളൊന്നും എത്തിച്ചേരുവാനുള്ള വഴികളോ സാഹചര്യങ്ങളോ അന്നില്ല. തനിക്ക് എങ്ങനെയൊക്കെ ആരൊക്കെയോ വീടിനുള്ളിലേക്ക് തന്നെ എടുത്തു കിടത്തി. അപ്പോൾ തന്നെ നടുവിന് താഴോട്ട് തനിക്ക് യാതൊരു ചലനശേഷിയും ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോഴൊക്കെയും താൻ ചില കാര്യങ്ങൾ പറയും, എങ്കിലും യാതൊരു പ്രത്യാശ ഭംഗവും ഇല്ലാതെയുള്ള വാക്കുകളായിരുന്നു ആ ക്ലാരമ്മ സഹോദരിയുടെ വായിൽ നിന്ന് വന്നത്. യാതൊരു പ്രതീക്ഷയുണ്ടോ എന്നറിയത്തില്ല. ആ രീതിയിൽ അവരെ കണ്ണൂരുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയുണ്ടായി. അവിടെയുള്ള MRI സ്കാനിൽ, അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക്, മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. MRI സ്കാനിൽ അറിയുവാനായിട്ട് സാധിച്ചത് വളരെ ദുഃഖമേറിയ വാർത്തയാണ്. കാരണം തൻ്റെ നടുവ് മുഴുവനായിട്ട് തകർന്നു പോയിരിക്കുകയാണ്. അതിനി സർജറി മുഖാന്തരം മാത്രമേ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാത്രമല്ല, അതങ്ങനെ ചെയ്താലും യാതൊരുവിധ പ്രതീക്ഷയ്ക്കും വകയില്ല. തനിക്ക് ജീവിതത്തിൽ ഇനി ഒരു ചുവട് പോലും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കുവാൻ യാതൊരു സാധ്യതയും ഡോക്ടർമാർ പറയുന്നില്ല. 0% സാധ്യതയാണ് അതിന് ഉള്ളത് എന്നവർ പറയുകയുണ്ടായി. എന്നാലും വളരെ വേദനയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ സർജറി നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കി നടുവ് അല്ലെങ്കിൽ സ്പൈനൽ കോഡുകൾ ബന്ധിപ്പിക്കുന്ന ഒരു
മാംസങ്ങൾ മാറ്റി അതിൻ്റെ പ്രക്രിയകളൊക്കെ ചെയ്ത് സർജറി നടക്കുകയുണ്ടായി. സർജറിക്ക് മുമ്പ് തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു, ഈ സർജറി വളരെ വേദന ഉണ്ടാക്കുന്ന സർജറിയാണ്. ഇതിനുശേഷം വേദന സംഹാരിയുടെ ആ എഫക്റ്റൊക്കെ തീരുമ്പോൾ വളരെയധികം വേദനപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. എന്നാൽ ഈ സർജറിയൊക്കെ വിജയകരമായിട്ടൊക്കെ നടന്നു. ആ സർജറിയൊക്കെ കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് വേദന സംഹാരിയുടെ ആ വേദനയുടെ എഫക്റ്റ് അല്ലെങ്കിൽ വേദന വന്നു തുടങ്ങുന്ന സമയമായപ്പോൾ ആ ക്ലാരമ്മ സഹോദരിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പാട്ടുകളും പ്രാർത്ഥനകളുമായിരുന്നു തൻ്റെ വായിൽ നിന്ന് വന്നത് എന്ന്. അപ്പോൾ ഡോക്ടർമാർക്ക് സംശയമായി, എന്താണ് ഈ സഹോദരിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും സംശയം തോന്നി. ഈ സമയത്ത് തൻ്റെ മകൻ വളർന്ന് ഒരു പക്വത എത്തിയ മകനായിരുന്നു. ഈ മകനോട് ഡോക്ടർ ചോദിക്കുകയുണ്ടായി, വാട്ട് ഈസ് ദ പവർ ഓഫ് യുവർ മദർ? അപ്പോൾ ആ മകൻ ഇങ്ങനെ പറയുകയുണ്ടായി, പവർ ഓഫ് മൈ മദർ ഈസ് ബൈബിൾ. ആ ബൈബിളാണ് തൻ്റെ മാതാവിൻ്റെ ശക്തി എന്ന് ആ ഡോക്ടറിനോട് വലിയ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായി. വലിയ വേദനയിലൂടെ ക്ലാരമ്മ ഈ സമയം കടന്നു പോവുകയാണ്. ഒരു റോഷൻ പോലും ഈ ഇടുപ്പിന് താഴോട്ട് നടക്കുവാനോ അല്ലെങ്കിൽ അനക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പൂർണ്ണമായി രോഗശയ്യയിൽ എന്നവണ്ണം അവിടെ ബെഡ്റിഡനായിട്ട് കിടക്കുന്ന ഒരു ക്ലാരമ്മയാണ് നാം അവിടെ കാണുന്നത്. ഇതൊക്കെ വളരെ വേദന നമുക്ക് വായിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ നിറയുവാൻ പാകത്തിൽ വളരെ വ്യക്തമായ വേദനകളുടെ വാക്കുകൾ കൊണ്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്നും ക്ലാരമ്മയെ തളർത്തിയില്ല എന്നതാണ് ഏറ്റവും വലിയ വിഷയം. വലിയ പ്രത്യാശയോടുകൂടി ഇതിന് ശേഷം അനേക ചികിത്സകൾ തനിക്ക് നൽകിയുണ്ടായി. എന്നാൽ ഇന്ന് വരെയും അതിനുശേഷം ക്ലാരമ്മ എഴുന്നേറ്റ് നടക്കുവാൻ ക്ലാരമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് 2026 ഈ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും ശയ്യയിൽ തന്നെ കിടക്കുന്ന, ഒരു പ്രാവശ്യം പോലും എഴുന്നേറ്റ് നടക്കുവാൻ ശേഷിയില്ലാത്ത ക്ലാരമ്മയെ ആണ് നമ്മൾ അവിടെ പോയാലും കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവർ, എന്നാലും ഇന്നും താൻ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തിരുന്നത് നിരാശയോ പ്രയാസമോ അല്ലെങ്കിൽ വെറുവെറുപ്പിൻ്റെതോ യാതൊരു വാക്കുകളോ തൻ്റെ വായിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, തൻ്റെ മകൻ ഇന്ന് സുവിശേഷ വേലയിൽ ഉത്സുകനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പ്രയാസങ്ങളിലും എത്ര നല്ല ആത്മീയ നിലവാരം പുലർത്തുന്ന ഒരു കുടുംബത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആ സഹോദരിയുടെ പ്രത്യാശ എത്ര വലുതാണ്. ഇന്നും താൻ ചെയ്ത ശുശ്രൂഷ എന്താണെന്നറിയാമോ? അനേകർക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ താൻ ചെയ്തുകൊണ്ടിരിക്കുക. തന്നെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന അനേകർ അവർ ആശ്വാസം കൊണ്ട് മടങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ആ ഒരു കുടുംബം അല്ലെങ്കിൽ ആ സഹോദരിയുടെ ജീവിതം ഇന്നായിരിക്കുന്നത്. അനേകർക്ക് പ്രത്യാശ നൽകുന്ന, തൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, എൻ്റെ അപ്പനെ അല്ലെങ്കിൽ യേശുവിനെ, ദൈവത്തെ ഞാൻ ഒരു ദിവസം കാണും എന്നുള്ള പ്രത്യാശയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയുടെ ചിരിക്കുന്ന മുഖമാണ് ഈ ക്ലാരമ്മയുടെ മുഖം. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു പക്ഷേ നിങ്ങൾ ഈ പുസ്തകം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വായിക്കുവാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നവരാ, നിരാശരായി പോകുന്നവരാ. ഈ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. കഴിയുമെങ്കിൽ കണ്ണൂരിൻ്റെ പ്രദേശത്ത് നിങ്ങൾ പോയി ഈ സഹോദരിയെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അനേക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല നിലയിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെന്ന് കണ്ട് നമ്മൾ ആശ്വസിപ്പിക്കാൻ പോയാൽ ഒരു പക്ഷേ നമ്മൾ തന്നെ ആശ്വാസം പ്രാപിച്ച് മടങ്ങി വരുന്ന ആ സന്ദർഭങ്ങളുണ്ടാവും. ഈ പുസ്തകത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, തനിക്ക് കന്യാസ്ത്രീയാകുവാനായിട്ടാണ് ആഗ്രഹം. എന്നാൽ തന്നെ കാണുവാൻ അനേക കന്യാസ്ത്രീകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. താൻ ഈ അവസ്ഥയിലായി കിടക്കുമ്പോഴും ആ കന്യാസ്ത്രീകൾ ദൈവത്തോട് അടുക്കുവാനായിട്ട് ഇത് മുഖാന്തരമായി കഴിഞ്ഞു. തൻ്റെ ഹോസ്പിറ്റൽ മിനിസ്ട്രി മുഖാന്തരം അന്ന് ഓടി നടന്ന് ചെയ്തപ്പോൾ അനേകർ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും സാധിച്ചു എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എത്ര നല്ല ചരിത്രമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു ചെറിയ പ്രശ്നം നമുക്കുണ്ടാകുമ്പോൾ നിരാശരാകുന്നെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ജീവചരിത്രങ്ങൾ ദൈവം നമ്മുടെ മുമ്പാകെ വരച്ചു കാണിക്കുന്നത്, ഈ പുസ്തകങ്ങളിലൂടെ വരച്ചു കാണിക്കുന്നത് വെറുതെയാണോ? അല്ല, നമുക്ക് വേണ്ടിയിട്ടാ, നിനക്ക് വേണ്ടിയിട്ടാ. ഞാൻ ഈ പുസ്തകത്തിന് മറ്റൊരു പേര് കൂടെ നൽകുവാൻ ആഗ്രഹിക്കുക. കനൽ ഒരു തരി മതി.
ഒരു തരി മതി. മറ്റുള്ള എത്രയോ പേരെ അനേകം പേർ ഇത് പുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനേകർക്ക് ആശ്വാസമായി ഈ ഒരു ശേഷിച്ച കഷ്ണം എന്ന പുസ്തകം ഇന്നും ആയിരിക്കുന്നു. കനൽ ഒരു തരി മതി. ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക. ക്ലാരമ്മ എന്ന സഹോദരിയുടെ, ധീര വനിതയുടെ, കണ്ണൂർ കുടിയാൻമല എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും രോഗശയ്യയിൽ അല്ലെങ്കിൽ ആ ശയ്യാവസ്ഥയിൽ കഴിയുന്ന